സൂസൻ ഓൺലൈൻ മെസ്സേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാവരും ഹാപ്പിയായും സേഫായി ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ലൈക്ക് ചെയ്തവരെയും ഷെയർ ചെയ്തവരെ ഞാൻ വൈറ്റി സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോഴാണ് 24 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ സോങ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഒരു 10-10:30 കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി പോയി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരത്തില്ല. ചില ദിവസം വെളുപ്പാങ്കാലമായി ഉറക്കം വരത്തുള്ളൂ. അങ്ങനെ രാത്രി 1 മണിക്ക് വരെ കർത്താവ് പാട്ട് സോങ് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സോങ്ങിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. കുറേ നാളത്തേക്ക് പാടാനുള്ള പാട്ടുണ്ട്. പിന്നെ കുറേ പാട്ടുകൾ ഫുൾഫില്ലായിട്ടില്ല. കുറേ ട്യൂൺ ചെയ്യാൻ കിടക്കുന്നു. ട്യൂൺ ചെയ്യാനുള്ള പാട്ടൊക്കെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ കൊടുത്ത് കുറേ കഴിയുമ്പം ട്യൂൺ ചെയ്യിക്കാം എന്നിങ്ങനെ ഞാൻ വിചാരിച്ചപ്പോഴത്തേന് ഹോളി സ്പിരിറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി. എന്നിട്ട് എൻ്റെ മനസ്സിലൊരു 3-4 വരി സോങ് തന്നു. സോങ് വന്നിട്ട് എനിക്കിങ്ങനെ ഒരു ഫീൽ ചെയ്തത്, എൻ്റെ ഡയറി തുറന്നിട്ട് ഹോളി സ്പിരിറ്റ് ഒരു സോങ് എടുത്തുകൊണ്ട് വന്ന് എന്നെ കാണിക്കും, ഇത് നീ ശനിയാഴ്ച പാട് എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ മനസ്സിൽ നാലുമേലൊരു 3-4 വരി തന്നു. അത് പിന്നെ ദൈവമേ നീ എന്നെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം വീതി നീളമൊന്നും അതിന് കണക്കില്ല, അതുപോലെ തന്നെ അത് അളക്കുവാൻ അളവുപോലില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മനസ്സിലിങ്ങനെ വരിക. അപ്പം ഞാൻ ചിന്തിച്ചോടാ, ഈ പാട്ട് ഞാൻ നേരത്തെ കുറേ എഴുതിയിട്ടുണ്ടെന്ന്. നേരം 2 മാസം മുമ്പ് ഒരു ദിവസം ഞാൻ കുറച്ച് എഴുതാനിരുന്നപ്പോൾ അന്ന് ഞാൻ കുറച്ച് സോങ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ട് ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. ഈ ലിറിക്സ് ഒന്നും അല്ല അതിനകത്ത് വന്നത്. അന്നേരം ഞാൻ വിചാരിച്ചു, അയ്യോ പശുത്താത്മാവിൻ്റെ ഒരു ഇടപെടലെന്ന് പറഞ്ഞ് ഭയങ്കരമാണ്. അപ്പോൾ എനിക്ക് ഞാൻ 3-4 വരിയൊക്കെ ഇത് എഴുതി വെച്ചതാണ്. അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ള കൃപയിൽ നിന്ന് ട്യൂണും തന്നു. ഒരു മോഡിഫിക്കേഷൻ ഹോളി സ്പിരിറ്റ് നടത്തി. പിറ്റേതും സൺഡേ ആയിരുന്നു, കഴിഞ്ഞ സൺഡേയിലെ കാര്യമാണ് അത്. ഞാൻ സൺഡേ ഈവനിങ് ആയപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ വീട്ടിൽ ജോലിയൊന്നും നടക്കുന്ന കൂട്ടത്തിൽ ചുമ്മാ ഇങ്ങനെ വെറുതെ പാട് നോക്കി അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, ദൈവമേ നീ എന്നെ സ്നേഹിച്ച സ്നേഹം, ദൈവമേ നീ എനിക്കായി സഹിച്ച ത്യാഗം, അതിന് നീളം അറിയില്ല, വീതി അറിയില്ല, ഉയരം അറിയില്ല, ആഴം അറിയില്ല, അത് അളക്കുവാനൊരു അളവ് പോലില്ല. നേരാ ഈ ലോകം മുഴുവനും അളന്ന് തിട്ടപ്പെടുത്തി എത്ര ചതുരശ്ര കിലോമീറ്റർ വീതി നീളമുണ്ട്, അതിനെ എല്ലാം അളന്ന് വെച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ലോകരാഷ്ട്രങ്ങളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 7ാം സ്ഥാനമോ. 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഇന്ത്യയുടെ വിസ്താരം എന്ന് പറയുന്നത്. അതിനകത്തു നിന്ന് ഏതാണ്ട് 1.80% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ ഇത് മുഴുവനും അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളിൽ 7ാം സ്ഥാനമെന്ന് പറയണമെങ്കിൽ അപ്പോൾ എല്ലാ ലോകരാഷ്ട്രങ്ങളും അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച സ്നേഹം, നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ത്യാഗം, അത് തിട്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. കുറച്ച് പേരൊക്കെ പറയുന്നത് അവിടെ ഇവിടെ നടന്ന് പറയാം എൻ്റെ പാട്ടൊന്നും കൊള്ളത്തില്ല, അഴുക്കുപാട്ടാണ്. ഞാൻ ചോദിച്ചത്, ക്രിസ്തീയ പാട്ടുകളിൽ അഴുക്കുപാട്ടും നല്ല പാട്ടൊന്നും വല്ല സെപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് തരുന്ന പാട്ടുകളാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടത്തിൽ ലീവ് ചെയ്യുക. ഈ പേജിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എനിക്കതുപോലെ വിഷമമുണ്ട്. ആൾക്കാർ അവിടെ ഇവിടെ നടന്ന് പറയുക. എന്തിനാ അവിടെ ഇവിടെ നടന്ന് പറയുന്നത്? എൻ്റെ നമ്പറുണ്ടല്ലോ, നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് പറയാം, നിങ്ങളുടെ ആ പാട്ട് കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലിറിക്സ് കൊള്ളത്തില്ല, ആ ലൈനിൽ ഇന്നപോലെ ചേർക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മാറ്റങ്ങൾ വരുത്തണം. അല്ലെങ്കിൽ എനിക്കിനി ഗ്രൂപ്പ് സോങ് പാടാനും പിന്നെ ഡുവറ്റ് പാടാനും കോറസ് പാടാനും എനിക്ക് ആൾക്കാരെയൊക്കെ വേണം. ഇവർ വരട്ടെ, അല്ലെങ്കിൽ പറഞ്ഞോളൂ നടക്കുന്നവന്മാരുടെ ഭാര്യമാരെ വിടട്ടെ, അല്ലെ ഞാനങ്ങ് ഒഴിഞ്ഞ് തന്നേക്കാം. ആരാന്ന് വെച്ചാൽ വരട്ടെ. അല്ല പിന്നെ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയാം, എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഴുക്ക് പാട്ടാ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കുറേ പേര് ഇങ്ങനെ പറഞ്ഞു നടക്കുക അവിടെ ഇവിടെയും. എന്തിനാ പറഞ്ഞു നടക്കുന്നത്? ദൈവനാമം ദൂഷിക്കാനോ? നമ്മളെ ആരും എൻകറേജ് ചെയ്യാൻ ആരും കാണത്തില്ല. നമ്മളിങ്ങനെ പഴിയും ദൂഷ്യം പറഞ്ഞ് നടക്കാൻ മാത്രമേ ഉള്ളൂ ആൾക്കാർ. അവർ വരട്ടെ. എന്നെക്കാട്ടി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിലും നല്ല പാട്ട് ഞാൻ തരാമെന്ന്. എന്നാൽ
എന്തിനാണ് എൻ്റെ തരുന്നത്? എനിക്ക് ആരുടെയും പാട്ട് ആവശ്യമില്ല. എനിക്ക് പാട്ട് ഇഷ്ടംപോലെ കിടക്കുന്നു, എൻ്റെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പാട്ടെല്ലാം തീരുമ്പോൾ ഞാൻ ഈ ചാനൽ നിർത്തി പോകും. എനിക്കെന്താ മറ്റുള്ളവരുടെ ഹെൽപ്പ് എന്തിനാ? ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഇവരാരും ഈ പറയുന്നവരാരും ഒരു ലൈക്ക് അടിക്കത്തില്ല. വലിയ ദൈവദാസന്മാർ അതിനൊക്കെ ഭയങ്കര പ്രസംഗമാണ്. പക്ഷേ ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞത് എൻ്റെ ഉടുപ്പ് ചോദിച്ചാൽ പുതപ്പും കൂടെ കൊടുക്കാനാണ് പറഞ്ഞത്. പുതപ്പ് വേണ്ട, ഒരു കർച്ചീഫെങ്കിലും വിയർപ്പ് തുടയ്ക്കണം, അതുപോലും ചെയ്യത്തില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ട് എന്തോ ആണ് കാര്യം? ഇതൊന്നുമില്ല. അല്ല, എന്നോട് പിന്നെ മത്സരിക്കാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ, ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ, ഞാനങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്കാം. അല്ലെ ഇത് വന്ന് ചെയ്യട്ടെ. അല്ലെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ നടക്കുന്നത്. എന്നോട് തന്നെ എൻ്റെ പോസ്റ്റിൽ കയറി ഞാൻ ഗോളടിക്കാൻ നിൽക്കുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തുള്ളത്. എനിക്കിത്ര അറിവും കഴിവേ ഉള്ളൂ, കൂടുതൽ അറിവുള്ളവർ കൂടുതലായിട്ട് ചെയ്യട്ടെ. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞ ശ്രോതാക്കളെ. അപ്പം നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ചെറിയ പനിയൊക്കെ ഉണ്ട്. ഈ പാട്ടിനിടയ്ക്ക് തുമ്മലും ചുമയും ഒക്കെ വരുന്നതായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ രാത്രി 10:11 കർത്താവ് തന്ന ആ പാട്ട് പാടാൻ ഞാൻ ശ്രമിക്കുക. എനിക്ക് പനി ആയതുകൊണ്ട് വലിയ പ്രയാസമാണ്. കഴിഞ്ഞ ദിവസം യാത്ര പോയപ്പോൾ മഴ പെയ്തപ്പോൾ കുറച്ച് മഴ അങ്ങോട്ട് ചെന്ന് വാങ്ങിച്ചതല്ല, മഴ ഇങ്ങോട്ട് കൊണ്ടു തന്നതല്ല പനി. നമ്മളങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് തല വെച്ചെടുക്കും, ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ തലയിൽ വന്ന് കയറും. അങ്ങനെയാണല്ലോ, സ്വാഭാവികം. എന്തുമായിപ്പോട്ടെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ. കർത്താവ് തന്ന പാട്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ച കടമ ഞാൻ ചെയ്യുന്നു. ബാക്കി കാര്യം കർത്താവ് നോക്കിയുള്ളൂ. എനിക്ക് ഒരു മനുഷ്യനെ നോക്കേണ്ട കാര്യമില്ല. 15 വർഷം ഞാൻ പാട്ട് കൊണ്ട് നടന്നപ്പോൾ ആരുമില്ലായിരുന്നു. എന്തൊരു നല്ല കാര്യം കണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ആൾക്കാർ. ശരി, എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പാട്ടിലേക്ക് പോവാം. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം എത്രയോ വിലയേറിയത്. ദൈവമേ, നീ എനിക്കായി സഹിച്ച ത്യാഗം എത്രയോ ആഴമേറിയത്. അതിൻ നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. അതിൻ നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. അതളക്കുവാനൊരു അളവ് പോലില്ല. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം എത്രയോ വിലയേറിയത്. ദൈവമേ, നീ എനിക്കായി സഹിച്ച ത്യാഗം എത്രയോ ആഴമേറിയത്. അതിൻ നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. അതളക്കുവാനൊരു അളവ് പോലില്ല. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം എത്രയോ വിലയേറിയത്. ഉന്നതനാം നിന്നെ ഈ മണ്ണിലിരുന്നു ഞാൻ ആവോളം സ്തുതിച്ചു പാടും. ഉന്നതനാം നിന്നെ ഈ മണ്ണിലിരുന്നു ഞാൻ ആവോളം സ്തുതിച്ചു പാടും. എൻ ചിന്തകളിൽ, എൻ സ്വപ്നങ്ങളിൽ നീ നന്നായി വന്നു നിറയുന്നു. എൻ ചിന്തകളിൽ, എൻ സ്വപ്നങ്ങളിൽ നീ നന്നായി വന്നു നിറയുന്നു, നന്നായി വന്നു നിറയുന്നു. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം എത്രയോ വിലയേറിയത്. ദൈവമേ, നീ എനിക്കായി സഹിച്ച ത്യാഗം എത്രയോ ആഴമേറിയത്. അതിൻ നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. അതിൻ നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. അതളക്കുവാനൊരു അളവ് പോലില്ല. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച
സ്നേഹം എത്രയോ വിലയേറിയത്. നിൻ ദിവ്യ സ്നേഹത്തിൻ മാധുര്യം പാടിഞ്ഞ് എൻ ശിഷ്ടകാലം കഴിക്കും. നിൻ ദിവ്യ സ്നേഹത്തിൻ മാധുര്യം പാടിഞ്ഞ് എൻ ശിഷ്ടകാലം കഴിക്കും. എത്ര സ്നേഹം ചൊരിഞ്ഞ ദൈവമേ, എത്ര നാൾ കാത്തിടണം. എത്ര സ്നേഹം ചൊരിഞ്ഞ യേശുവേ, എത്ര നാൾ കാത്തിടണം. ആ തിരുമാർവിൽ ഒന്നു ചായാൻ ദൈവമേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം എത്രയോ വിലയേറിയത്. ദൈവമേ, നീ എനിക്കായി സഹിച്ച ത്യാഗം എത്രയോ ആഴമേറിയത്. അതിൽ നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. നീളമറിയില്ല, വീതിയറിയില്ല, ഉയരമറിയില്ല, ആഴമറിയില്ല. അതളക്കുവാനൊരു അളവുപോലില്ല. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം